Good morning, children. How are you all? Welcome to Hindi class. Today we are going to study the balance of the exercise. All of you take page number 35. Page number 35. Did you take? Okay, children. First one. समान लय वाले शब्द बनाइए. समान लय वाले शब्द बनाइए. Look here. समान लय वाले शब्द बनाइए. Make rhyming words. Children, ഡൂബ് നാ. ഡൂബ് സെൻട്രലായിട്ട് ഒരു അക്ഷരം കിടക്കുന്നുണ്ട് അല്ലേ? ഡൂബ് എന്നുള്ള വാക്കിനോട് നടുക്ക് കിടക്കുന്ന അക്ഷരം ചേർത്ത് റൈറ്റ് സൈഡിൽ എഴുതാനാണ്. ഡൂബ് നാ, ഡൂബ്ന ചേർത്ത് എഴുതണം. കൂക് നാ, കൂഗ്ന. झूलना, झूलना. चूस प्लस ना, चूसना. धूम प्लस खूम प्लस ना, घूमना. Once more I will read. डूबना, कूगना, झूलना, चूसना, घूमना. ओके. Then next, दिए गए चित्रों को देखिए और नाम पूरे कीजिए. Look at the pictures and complete their names. Look at the pictures and complete their names. Here 6 pictures are given us. First one, sun. സണ്ണിൻ്റെ ചിത്രമാണ് ആദ്യം തന്നിരിക്കുന്നത്. സണ്ണിൻ്റെ ഹിന്ദി നെയിം സൂരജ്. സൂരജ്. ചിൽഡ്രൻ ലുക്ക് ഹിയർ. ഫസ്റ്റ് ലെറ്റർ മിസ്സിംഗ് ലെറ്റർ ആണ്, അത് എഴുതണം നമ്മൾ. രായും ജായും തന്നിട്ടുണ്ട്. വേർഡ് ഞാൻ പറഞ്ഞു സൂരജ്. അപ്പോൾ ഏതാണ് മിസ്സായിരിക്കുന്ന നമ്പർ, അക്ഷരം ഏതാണ്? സൂരജ് എന്നുള്ളതിനകത്തിൽ രായും ജായും ഉണ്ട്. മിസ്സായ ലെറ്റർ ഏതാ? സു. അപ്പം നമ്മൾ ആ ഡാഷ് ഇട്ടെടുത്ത് സൂ എന്ന് എഴുതണം. സൂ, സൂരജ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പിക്ചർ വാട്ടർമെലൺ അല്ലേ? വാട്ടർമെലൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. വാട്ടർമെലനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. തർബൂജ് വാട്ടർമെലൺ. തർബൂജ് വാട്ടർമെലൺ അല്ലേ? ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ടെന്ന് നോക്കി. തായുണ്ട്, രായുണ്ട്. തർബൂജിൻ്റെ ബൂ ഇല്ല, ജായും ഉണ്ട്. തർബൂജ്. അപ്പോൾ ഏതക്ഷരം നമ്മൾ അവിടെ എഴുതേണ്ടത്? ബൂ എന്ന് എഴുതണം. ബാ എഴുതിയിട്ട് ഊവിൻ്റെ സിമ്പൽ ഇട്ട് കൊടുക്കുമ്പോൾ തർബൂജ്, തർബൂജ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്തിൻ്റെ ചിത്രം? ബ്ലൂമിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ചൂല്. ചൂലിന് ഝാഡു എന്നാണ് പറയുന്നത്. ഝാഡു, ഝാഡു. അപ്പോൾ ഝാ ഉണ്ട്, വിട്ടുപോയ അക്ഷരം ഡൂ ആണ്. യു റൈറ്റ് ദെയർ ഡൂ. ഡാ എഴുതി, എസ് ഡാ എഴുതിയിട്ട് ഊവിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ഝാഡു. ഓക്കെ ചിൽഡ്രൻ. നെക്സ്റ്റ് വൺ എന്തിൻ്റെ പിക്ചറാന്ന് നോക്കിയേ. പീജിയൻ്റെ ചിത്രമാണ് അല്ലേ? കബൂത്തർ. കബൂത്തർ, പീജിയൻ. കായുണ്ട്, തായിൻ്റെ ആയുണ്ട്. ഏതാ വിട്ടുപോയേ? കബൂത്തർ. ബൂ ഇല്ല, നമ്മളവിടെ ബൂ ഇട്ട് കൊടുക്കും. ബാ എഴുതിയിട്ട് ഊവിൻ്റെ ചിഹ്നം. കബൂത്തർ, കബൂത്തർ, പീജിയൻ. നെക്സ്റ്റ് വൺ റാറ്റ്. റാറ്റിന് ഹിന്ദിയിൽ ചൂഹ. ചൂഹ, റാറ്റ്. ഹായുണ്ട്, വിട്ടുപോയ അക്ഷരം ഏതാ? ചൂ. യു റൈറ്റ് ദെയർ ചൂ. ചൂഹ, റാറ്റ്. നെക്സ്റ്റ് വൺ ഈന്തപ്പഴമാണ് അല്ലേ? ഡേറ്റ്സിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡേറ്റിന് എന്താ പറയുന്നത്? ഖജൂർ. ഖായുണ്ട്, രായുണ്ട്, ജാ ഇല്ല, ജൂ ഇല്ല. അപ്പം നമ്മളവിടെ എന്തിട്ട് കൊടുക്കും? ജൂർ, ഖജൂർ. ചിത്രത്തിൽ കാണുന്നത് പോലെ നോക്കി എഴുതണം, മിസ്റ്റേക്ക് കൂടാതെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം കേട്ടോ. ഖജൂർ, യൂസ്വലി പെൻസിൽ. ഖജൂർ, 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 ഈന്തപ്പഴം, ഡേറ്റ്സ്. नेक्स्ट एक्सरसाइज रू और रू लिखकर शब्द बनाइए. रू और रू. रू കൊടുക്കേണ്ടടുത്ത് रू അല്ലെങ്കിൽ നമ്മൾ അത് ഉച്ചരിച്ച് വേണം എഴുതാനായിട്ട്. ഒന്ന് മിസ് ഇവിടെ കാണിച്ചു തരാം. നോക്കി, ഇവിടെ ഒരു പസിൽ പോലെയാണ് തന്നിരിക്കുന്നത്. ഗൂ തന്നിട്ടുണ്ട്. ഈ കോളം വിട്ട് കിടക്കാണ്. ഇവിടെ പായ്മയായും തന്നിട്ടുണ്ട്. ഇവിടെ രൂവോ അല്ലെങ്കിൽ രൂ ഏത് കൊടുത്താലാണ് കറക്റ്റ് എന്ന് പറയണം. നോക്കിയേ, ഗുരു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗുരു എന്നല്ല, ഗുരു. ഗുരു.
റൂപ്പയല്ല റുപ്പയ. അപ്പോൾ ഏത് അക്ഷരമാണ് കൊടുക്കേണ്ടത്? രു. രായും ഊവിൻ്റെ ചിഹ്നം. ഊ നീട്ടി ഉച്ചരിക്കേണ്ട ഊവിൻ്റെ ചിഹ്നം. ഗുരു റുപ്പയ. ഓക്കെ, അപ്പോൾ ഇവിടോട്ട് രു കൊടുക്കുക. ഗുരു റുപ്പയ. നെക്സ്റ്റ് വൺ ആ മ ദ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലായും രായും. ഇവിടെയാണ് അക്ഷരം കൊടുക്കേണ്ടത്. രു കൊടുത്താൽ അമരുതം എന്നാകും. അമരുതും രുലറും. രുലറും അമരുതും. അമരുതം എന്നല്ലല്ലോ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, അമരൂത്. അമരൂത്. അപ്പോൾ ഇവിടെ ഏത് അക്ഷരമാണ് കൊടുക്കേണ്ടത്? രു. ഈ അക്ഷരം ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. രു. അമരൂത്. ഊവിൻ്റെ സിമ്പൽ. അമരൂത്. 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 റൂളർ. റൂളർ മീൻസ് സ്കെയിൽ. അമരൂത് മീൻസ് ഗ്വാവ, എന്താ പേരയ്ക്ക. ഓക്കെ, നെക്സ്റ്റ് വൺ ഡം തന്നിട്ടുണ്ട്. ഇതെന്തിൻ്റെ ചിത്രമാണ്? ഡമരു. അപ്പോൾ ഇവിടെ രു കൊടുക്കണം. ഡമരു രൂഖ. രൂഖ മീൻസ് ഡ്രൈ, ഉണങ്ങിയ എന്നുള്ള അർത്ഥമാണ്. ഡമരു രൂഖ. ഡമരു രൂഖ. അടുത്തത് ശുരു എന്ന് തന്നെ കൊടുക്കണം. ശുരു. ശുരു മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ശുരു, ആരംഭം. നെക്സ്റ്റ് റുമാൽ. റുമാൽ മീൻസ് കർച്ചീഫ്. റുമാൽ കർച്ചീഫ്. ഓക്കെ, ദെൻ അടുത്തത് നിങ്ങൾക്ക് തനിയെ ചെയ്യാനായിട്ടുള്ള ഒരു എക്സസൈസാണ്. ഉടനെ ധൃതി വെച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരിപ്പോൾ ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വളരെ സ്ലോയിൽ ചെയ്താൽ മതി. മേക്ക് എ വെബ്. നിങ്ങളൊരു വെബ് ഉണ്ടാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചിലന്തി വല. എങ്ങനെയാണ് ചിലന്തി വല ഉണ്ടാക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗത്തേക്ക ഗോൾ ടുക്കട ലീജിയെ മീൻസ് ടേക്ക് എ റൗണ്ട് പീസ് ഓഫ് കാർഡ്ബോർഡ്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് എടുക്കുക. ഉസ് പർ ചാടു കി ചാർ തീലിയാം ദിയേ ഗയേ ചിത്രക്കെ അനുസാർ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ അനുസരിച്ച് അതിലേക്ക് ഒരു 4 ഈർക്കിലി എടുത്ത് ഈ ഷേപ്പിൽ അതിൽ ഒട്ടിച്ച് വെക്കുക. ഈ കാർഡ്ബോർഡിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഈ രീതിയിൽ 4 ഈർക്കിലി, ചൂലിൻ്റെ ഈർക്കിലി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തീലി മീൻസ് മാച്ച് സ്റ്റിക്കാണ്. ഇവിടെ ചാടൂക്കി ചാർ തീലിയ എന്ന് പറഞ്ഞാൽ ഈർക്കിലിയാണ്. നീണ്ട ഈർക്കിലി 4 എണ്ണം എടുത്ത് ഇതേപോലെ കാർഡ്ബോർഡിൽ ഇങ്ങനെ ക്രോസായിട്ട് വെച്ച് പിടിപ്പിക്കുക. പശയിട്ട് വെച്ച് ഒട്ടിക്കുക. इसके बाद അതിന് ശേഷം കപ്പടെ സിൽനേമേ കാമാനേ വാലെ ധാഗാലേക്കർ. നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലില്ലേ, നൂല് എടുത്ത് ഈ രീതിയിൽ എന്ത് ചെയ്യാനാ, അതിലേക്ക് തയ്ച്ചു പിടിപ്പിക്കുക, ചുറ്റി വെച്ച് ചെയ്യുക. ധാഗാലേക്കർ തീലിയോം സെ ജോഡത്തെ ചാഹിയെ. ഇതുപോലെ ആപ്ക ചാടു കി തീലിയോം സെ, നിങ്ങളുടെ ചൂലിൻ്റെ ഈർക്കിൽ വെച്ച് ഒരു വെബ്, ഒരു ചിലന്തി വല തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പതിയെ സാവധാനം ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.